നമസ്കാരം. ഓഫ് റെക്കോർഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസങ്ങളായി രാജ്യത്തെ ഇളക്കി മറിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന്. കാരണം രാജ്യത്തെ ആരുടെയൊക്കെയോ ഫോണുകൾ നിരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതായത് പെഗാസസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ അവരുടെ രാഷ്ട്രീയ എതിരാളികളെയൊക്കെ സദാസമയവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടിൻ്റെ ചുവട് പിടിച്ചാണ് രാജ്യത്ത് ഇപ്പോൾ വലിയ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികളും ചില പത്രക്കാരും സാംസ്കാരിക പ്രവർത്തകരും എന്നൊക്കെ അവകാശപ്പെടുന്നവർ. ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് വയർ എന്ന് പറയുന്ന ഒരു മോദി വിരുദ്ധ അല്ലെങ്കിൽ നമ്മളൊരു അർബൻ നക്സലുകൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു വാർത്താ പോർട്ടലാണ്. അത് പോയിക്കൊള്ളട്ടെ. പക്ഷേ എന്താണ് ഇതിൻ്റെ പിന്നിൽ ഉള്ള ഒരു വസ്തുത എന്ന് നാം എല്ലാവരും അറിഞ്ഞിരിക്കണം. അതായത് ഇസ്രയേലി കമ്പനിയായ NSO ഗ്രൂപ്പിൻ്റെ അവർ നിർമ്മിച്ച സോഫ്റ്റ്വെയർ ആണ് പെഗാസസ്. ഇത് ഏതെങ്കിലും ഒരാളുടെ മൊബൈൽ ഫോണിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെട്ടാൽ, രഹസ്യമായി അപ്ലോഡ് ചെയ്യപ്പെട്ടാലോ, ഇസ്രയേൽ കമ്പനിയായ NSO നിർമ്മിച്ച സോഫ്റ്റ്വെയർ ആണ് പെഗാസസ്. ഇതുപയോഗിച്ച് നമ്മളുടെ ഫോൺ നമ്പറുകളിൽ കൂടി കടന്നു പോകുന്ന വിവരങ്ങളെല്ലാം ഒരു രഹസ്യ കേന്ദ്രത്തിലിരുന്ന് സർക്കാർ ഏജൻസികൾക്ക് നിരീക്ഷിക്കാൻ പറ്റും എന്നാണ് അറിവ്. ഈ പെഗാസസ് എന്ന സോഫ്റ്റ്വെയർ കൊടുക്കുന്നത് സർക്കാരുകൾക്ക് മാത്രമായതിനാൽ ഈ പറയുന്ന നമ്പറുകൾ, അതായത് ഇതിൻ്റെ ഒരു വസ്തുത നാം മനസ്സിലാക്കണം. ഇത്തരത്തിലൊരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്തത് ഫ്രാൻസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫോർബിഡൻ സ്റ്റോറീസ് എന്ന ഓൺലൈൻ പോർട്ടലും ആംനസ്റ്റി ഇൻ്റർനാഷണലും ചേർന്ന് നടത്തിയ ഒരു കണ്ടെത്തലായിട്ടാണ് ഇവരിതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ ആംനസ്റ്റി ഇൻ്റർനാഷണൽ ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ജോർജ് സൊറോസ് എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര ഇന്ത്യ വിരുദ്ധനായ ഒരു വ്യക്തിയുടെ, അദ്ദേഹത്തിന് ഇന്ത്യ വിരുദ്ധ നിലപാടുകളിൽ നിന്നും തുറന്നു പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് കയ്യിൽ നിന്നും കോടിക്കണക്കിന് രൂപ അനധികൃതമായി കൈപ്പറ്റിയ സ്ഥാപനമാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ. അപ്പോൾ അവരുടെ വരവ് ചെലവ് കണക്കുകളെ പറ്റി കേന്ദ്ര സർക്കാർ ചോദിച്ചപ്പോൾ ഇന്ത്യയിലെ പ്രവർത്തനം തന്നെ അവസാനിപ്പിച്ച് രാജ്യം വിട്ട് ഓടിപ്പോയവരാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ. അപ്പോൾ അവർക്ക് ഇന്ത്യയോടുള്ള മനോഭാവം എന്താണ്, അതൊക്കെ പോയിക്കൊള്ളട്ടെ, അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. നമുക്ക് സാങ്കേതികമായി തന്നെ സംസാരിക്കാം. അതായത് 2016 മുതൽ ഈ ഏകദേശം 50 രാജ്യങ്ങളിലെ 50,000 ഫോൺ നമ്പറുകൾ പെഗാസസ് ഉപയോഗിച്ച് അതത് സർക്കാരുകൾ നിരീക്ഷിക്കുന്നു എന്നായിരുന്നു സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തൽ. അതിൽ അവർ ഇന്ത്യയുടെ കൗണ്ടർ പാർട്ടായ വയർ പറയുന്നു, ഇന്ത്യയിലെ ഏകദേശം മാധ്യമപ്രവർത്തകരും ഈ രാഷ്ട്രീയ പ്രവർത്തകരുമൊക്കെ ഇതിലുണ്ട്, ഞങ്ങൾക്ക് അവരുടെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്, അവരും ചില നമ്പറുകളൊക്കെ പുറത്ത് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഈ നമ്പർ ഇതിലുണ്ട് എന്നതിൻ്റെ അർത്ഥം ഇത് നിരീക്ഷിച്ചിട്ടുണ്ട് എന്നല്ല, നിരീക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണെന്ന് ആദ്യ റിപ്പോർട്ടിൽ തന്നെ ഉണ്ട്. അത് പക്ഷേ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ആരും തന്നെ ഇതേവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പോയിക്കൊള്ളട്ടെ, അത് അവരുടെ എന്താണ് പറയുന്നത്, വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ആദ്യ ഘടകം. അതായത് റിപ്പോർട്ട് പുറത്തുവിട്ടവർ തന്നെ പറയുന്നു ഈ റിപ്പോർട്ടിൽ ഈ നമ്പർ ഉണ്ട് എന്നതിൻ്റെ അർത്ഥം ഈ നമ്പർ നിരീക്ഷിക്കപ്പെട്ടു എന്നല്ല എന്ന്. അപ്പോൾ അതോടുകൂടി സ്റ്റോറി അവിടെ തീരേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് ഇവർക്കിത് കിട്ടിയത്? ഇത്ര അതീവ രഹസ്യമായ നിരീക്ഷിക്കുന്ന സാധനം എങ്ങനെ ഈ ആംനസ്റ്റി ഇൻ്റർനാഷണലിനും നമ്മളുടെ ഫോർബിഡൻ സ്റ്റോറീസിനും കിട്ടി എന്ന ചോദ്യത്തിന് അവർ പറയുന്നത്, ഈ നമ്പറുകളൊക്കെ കൂടെ ഏകദേശം 10 രാജ്യങ്ങളുടെ നമ്പറുകൾ ഒരു കോമൺ സിസ്റ്റത്തിലേക്കാണ് സർവൈലൻസിന് വേണ്ടി എൻ്റർ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് താങ്കൾക്ക് ചോർന്ന് കിട്ടി എന്നാണ് പറയുന്നത്. അതിൽ തന്നെ ഈ വാദഗതികളെല്ലാം പൊളിയുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പോൾ ഇവർ പറയുന്ന രാജ്യങ്ങൾ അസർബൈജാൻ, ബഹ്റിൻ, കസാക്കിസ്ഥാൻ, മെക്സിക്കോ, മൊറോക്ക, റുവാണ്ട, സൗദി, ഹംഗറി, ഇന്ത്യ, UAE തുടങ്ങിയ 10 രാജ്യങ്ങൾ ഒരു കോമൺ സിസ്റ്റത്തിലേക്കാണ് ഈ നമ്പറുകൾ നിരീക്ഷിക്കാൻ വേണ്ടി അടിച്ചു കയറ്റിയത്. അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതാണ്. ഇത് എത്രത്തോളം വിശ്വാസ്യതയാണ്? ഇത്ര വലിയ രഹസ്യമായ കാര്യങ്ങൾ ഈ 10 രാജ്യങ്ങൾ സഹകരിച്ച് ഒരു കോമൺ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ തക്ക മണ്ടന്മാരാണോ നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ? അങ്ങനെ ചെയ്യുമോ? ഇന്ത്യ പോലെയുള്ള ഇത്ര ടെക്നോളജിയുള്ള ഒരു രാജ്യത്തിന് മൊറാക്കോയും റുവാണ്ടയും അസർബൈജാനും ഒക്കെ എൻ്റർ ചെയ്യുന്ന സിസ്റ്റം തന്നെ വേണോ ഇന്ത്യക്ക് രഹസ്യമായൊരു വിവരം സൂക്ഷിക്കാൻ? അപ്പോൾ അവിടെ അത് പൊളിയുകയാണ്. ഈ എല്ലാ രാജ്യങ്ങളുടെ കോമൺ ആയിട്ട് ഒരു സിസ്റ്റത്തിലാണ് അവരുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടി എന്നുള്ള വാദം അത് അവിടെ പൊളിയുകയാണ്. പിന്നെ ഈ ലിസ്റ്റ് കിട്ടിയത് NSOയിൽ നിന്ന് അല്ല എന്ന് ആംനസ്റ്റി തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. ഞങ്ങൾക്ക് ഈ ലിസ്റ്റ് കിട്ടിയത് NSOയിൽ നിന്നല്ല, ഇങ്ങനെ ചോർന്ന് കിട്ടിയെന്നാണ് ഇവർ പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഈ സോഫ്റ്റ്വെയർ സർക്കാരിന് വിൽക്കുന്നു. ശരി, NSO ആണ് പെഗാസസ് എന്ന സോഫ്റ്റ്വെയർ സർക്കാരിന് വിറ്റത്.
സർക്കാരിന് സോഫ്റ്റ്വെയർ വിറ്റു എന്നതിൻ്റെ അർത്ഥം ഇന്ത്യ ഗവൺമെൻറ് മേടിച്ചിട്ടുണ്ടെന്ന് ഇതേവരെ ഒരു സ്ഥിരീകരിച്ച വാർത്തകളുമില്ല. അത് പോയിക്കൊള്ളട്ടെ. ഇനി ഏതെങ്കിലും ഒരു സർക്കാരിന് ഇത് വിറ്റാൽ അവർക്ക് സോഫ്റ്റ്വെയർ വിൽക്കലല്ലേ ഉള്ളൂ. അവരുപയോഗിക്കുന്ന ഡേറ്റ എങ്ങനെയാണ് തിരിച്ച് അങ്ങോട്ട് കൊടുക്കുക? ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു കച്ചവടം നടത്തുന്ന ഒരാളാണ്. നിങ്ങളുടെ അക്കൗണ്ടിങ് കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ നിന്ന് വാങ്ങുന്നു. നിങ്ങൾ അത് വാങ്ങി നിങ്ങളുടെ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ ബിസിനസ്സുമായ കാര്യങ്ങൾ എൻ്റർ ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് നൽകിയ കമ്പനിക്ക് കൊടുത്തു എന്നാണോ അർത്ഥം? എത്ര ബാലിശമാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പെഗാസസ് എന്ന സോഫ്റ്റ്വെയർ ഇന്ത്യ വാങ്ങി എന്ന് തന്നെ ഇരിക്കട്ടെ, വാങ്ങിയതിന് തെളിവില്ല, പോയിക്കോട്ടെ, വാങ്ങിയ എന്നിരിക്കട്ടെ. ഇനി വാങ്ങിയാൽ ഈ പെഗാസസ് ഉപയോഗിച്ച് നമ്മൾ ആരുടെയൊക്കെ ഫോൺ ചോർത്തുന്നു എന്നുള്ള വിവരം നമ്മൾ തിരിച്ച് NSO എന്ന ഇസ്രായേലി കമ്പനിക്ക് കൊടുക്കുമോ? എന്തു മണ്ടത്തരമാണ് ഈ പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ വാദവും അവിടെ പൊളിയുകയാണ്. ഇനി അവർ പറയുന്നു 50,000 ഫോൺ നമ്പറുകളാണ് ഇവർക്ക് കിട്ടിയത്. അതിൽ ഞങ്ങളുടെ ഫോറൻസിക് ലാബിൽ ഞങ്ങൾ പരിശോധിച്ചു. ഈ ഫോറൻസിക് ലാബ് എവിടുത്തെയാണെന്ന് അറിയാമോ? കനേഡിയൻ ഓർഗനൈസേഷൻ സിറ്റിസൺ ലാബ് എന്ന് പറയുന്ന ഒരു ഫോറൻസിക് ലാബാണ്. ഈ ഫോറൻസിക് ലാബിന് ഫണ്ട് ചെയ്യുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ ജോർജ് സൊറോസ് ആണ്. അതായത് ആംനസ്റ്റി ഇന്റർനാഷണലൊക്കെ ഫണ്ട് ചെയ്തുകൊണ്ടിരുന്ന ജോർജ് സോറോസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അത് ടൈൻറ്റഡ് ആയിട്ടുള്ള വ്യക്തിത്വമാണ്. ലോകം മുഴുവൻ അദ്ദേഹത്തിനെതിരെ ആരോപണം അഴിമതിയുള്ള ഒരാളാണ്. അപ്പോൾ അതവിടെ പൊളിയുന്നു. അപ്പോൾ ലാബിൻ്റെ വിശ്വാസ്യത അവിടെ നിൽക്കട്ടെ, അത് പൊളിഞ്ഞുപോയി. ഇനി ലാബിൻ്റെ വിശ്വാസ്യത പറയുന്നതിന് കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യമാണ് 50,000 ഫോൺ നമ്പർ കിട്ടി. അതിൽ എത്ര ഫോണുകൾ ഇവർ പരിശോധിച്ചു എന്നറിയാമോ? 67 ഫോറൻസിക് ടെസ്റ്റ് ചെയ്തു. അതായത് 50,000 ഫോൺ നമ്പറിൽ 67 ഇവർ പരീക്ഷിച്ചു. ഈ 50,000-ൻ്റെ എത്ര ശതമാനം 67 എന്ന് പറഞ്ഞാൽ 0.01%. ഇത് ഏതെങ്കിലും ഒരു സാമ്പിളിങ്ങിന് ആവശ്യമായ ഡേറ്റയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. 50,000-ൽ 67 ആകെ പരിശോധിച്ചത്. ഈ പരിശോധിച്ചതിൽ എത്ര എണ്ണം അവർക്ക് സംശയാസ്പദമായി തോന്നിയത്? 37. വീണ്ടും കുറഞ്ഞു. അതിൻ്റെ 55% കുറഞ്ഞു. അതായത് 0.01% പരിശോധിച്ചതിൽ 55% അവർക്കൊരു ഫൈനൽ ഔട്ട്പുട്ടായിട്ട് കിട്ടി. എന്താ ഔട്ട്പുട്ടിൽ പറഞ്ഞിട്ടുള്ളത്? ഈ 37 നമ്പറുകൾ ഉണ്ട്. ഈ 37 നമ്പറുകൾ ചോർത്തി എന്നല്ല, ചോർത്തപ്പെട്ടിട്ടുണ്ടാകാം എന്ന സംശയം. അപ്പോൾ എന്താണ് മാധ്യമങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾക്ക് പറയണം. ഗാർഡിയൻ ദിനപത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആകെ 67-ൽ 37 ഇതിന്റെ ട്രേസ് കണ്ടെത്തിയതെന്നാണ്. നമ്മൾ പറയുമ്പോൾ അവശിഷ്ടങ്ങൾ കണ്ടത്. അത് പെഗാസസ് സോഫ്റ്റ്വെയർ കയറി ഇറങ്ങിപ്പോയതിന്റെ ചില അവശിഷ്ടങ്ങൾ ആ ഫോണിൽ നിന്ന് കിട്ടി, ട്രേസുകൾ കണ്ടെത്തിയെന്നാണ് പറയുന്നത്. ഇത് ഗാർഡിയനാണ് പറയുന്നത്. അവർക്ക് വലിയ അജണ്ടയൊന്നും ഇല്ലല്ലോ. പക്ഷേ ഫോർബിഡൻ സ്റ്റോറീസ് പറയുന്നത് ഞങ്ങൾ പരിശോധിച്ചാൽ 85% കിട്ടിയെന്നാണ്. എങ്ങനെയാണ് 85? 50,000-ന് 85%? 67. ഇനി അതുപോട്ടെ, 67-ന്റെ 85% 37? ഒന്നുമല്ല. അപ്പോൾ വലിയ തട്ടിപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇത്തരത്തിലൊരു തട്ടിപ്പ് വാർത്ത കേരളത്തിലെയും രാജ്യത്തെയും മാധ്യമങ്ങൾ എങ്ങനെ പ്രയോഗിക്കുന്നു എന്നാണ് നമുക്ക് നോക്കേണ്ടത്. സാധാരണ ജേർണലിസത്തിൻ്റെ ഒരു ബാലപാഠമുണ്ട്. വെൻ യു ഹാവ് ഡൗട്ട് കട്ട് ഇറ്റ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കുക. അതായത് ഒരു മാധ്യമ പ്രവർത്തകനോ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് അദ്ദേഹത്തിന്റെ യുക്തിയെ പോലും തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത വിവരങ്ങളാണ് കിട്ടുന്നത് എങ്കിൽ നിങ്ങൾ അതൊരിക്കലും പ്രകാശനം ചെയ്യരുത്, പബ്ലിഷ് ചെയ്യരുത് എന്നാണ് ജേർണലിസത്തിന്റെ ബാലപാഠം. അങ്ങനെ പറയുമ്പോൾ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത ഇത്തരത്തിലുള്ള ചില കുത്തിത്തിരിപ്പുകൾ അല്ലെങ്കിൽ കുത്തിക്കയറ്റലുകളുള്ള റിപ്പോർട്ടുകൾ നിങ്ങൾ എങ്ങനെയാണ് വിശുദ്ധമായ വസ്തുതയായി റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് മാധ്യമങ്ങൾ പറഞ്ഞു തരണം. ഇന്നത്തെ കേരളത്തിലെ പ്രധാന പത്രങ്ങളൊക്കെ ഞാൻ പരിശോധിച്ചു. അതിലൊരിടത്ത് പോലും ആംനസ്റ്റി ഇന്റർനാഷണൽ അവർ ടൈൻറ്റഡ് ആണ് എങ്കിൽ പോലും അവരുടേതായ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അവരൊരു ഹീബ്രു ഭാഷയിൽ ഇസ്രായേലി ദിനപത്രത്തിന് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റിൽ അവർ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഈ പറഞ്ഞ ഡേറ്റകളുടെ വസ്തുതയെ പറ്റി ഞങ്ങൾക്കറിയില്ല, ചോർത്തി എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ചോർത്താൻ പൊട്ടൻഷ്യൽ ഉള്ളതാണ് എന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ എന്ന് ആംനസ്റ്റി തന്നെ സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ അതേപ്പറ്റി കേരളത്തിലെ ഒരു മാധ്യമങ്ങളുമില്ല. അകത്ത് എവിടെയോ ചില സൂചകങ്ങളായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ എനിക്ക് മാധ്യമങ്ങളോട് ചോദിക്കുക, എന്താണ് നിങ്ങളുടെ അജണ്ട? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വ്യാജ വിവരങ്ങൾ വെച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്? ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ഒരു വാർത്തയുടെ സത്യാവസ്ഥ മനസ്സിലാക്കുക എന്നതൊരു ഹിമാലയൻ ടാസ്ക് ഒന്നുമല്ല. ഇന്നത് കേരളത്തിലെ മാധ്യമങ്ങളുടെ മുഴുവൻ അടിസ്ഥാനമായ വേദപ്രമാണം എന്നുള്ളത് ദ വയർ എന്ന ഏതോ ഒരു ഓൺലൈൻ പ്രസിദ്ധീകരണമായി മാറിയിരിക്കുകയാണ്. എനിക്ക് ബഹുമാനപ്പെട്ട കണ്ടത്തിൽ കുടുംബത്തോടും
മാതൃഭൂമിയുടെ മാനേജ്മെന്റ് നടത്തുന്ന PV ചന്ദ്രനോടും MV ശ്രേയംസ് കുമാറും അടക്കമുള്ള കേരളത്തിലെ മാധ്യമങ്ങളോട്, ഹിന്ദു ദിനപത്രത്തിന്റെ മാനേജ്മെന്റിനോട്, ടൈംസ് ഓഫ് ഇന്ത്യയുടെ മാനേജ്മെന്റിനോടൊക്കെ ചോദിക്കാറുള്ളത്, നിങ്ങൾ എന്തിനാണ് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഈ കെട്ടിടങ്ങൾ പണിതിട്ടിരിക്കുന്നത്? കോടികൾ മുടക്കി നിങ്ങളുടെ ജേർണലിസ്റ്റുകളെ തീറ്റിപ്പോറ്റുന്നത്? ദ വയർ എന്ന് പറയുന്ന ഏതോ സ്ഥാപനം നടത്തുന്ന ആ വയറിളക്കം മുഴുവൻ ഭക്ഷിക്കാനാണ് എങ്കിൽ നിങ്ങൾക്ക് എന്തിനാണ് സ്ഥാപനങ്ങൾ? നിങ്ങളുടെ ജേർണലിസ്റ്റുകളുടെ ഇൻവെസ്റ്റിഗേറ്റീവ് ബുദ്ധി എവിടെ പോയി? അതോ നിങ്ങളും ഈ അജണ്ടയിൽ, ഈ പറഞ്ഞ അന്താരാഷ്ട്ര അജണ്ടയുടെ ഭാഗമാണ് എങ്കിൽ അത് സമ്മതിക്കണം. അതല്ല, വയർ തരുന്നതിനെ വേദപ്രമാണമായി അച്ചടിക്കാനാണെങ്കിൽ നിങ്ങളുടെ പത്രങ്ങൾ അത് അച്ചടിക്കുന്ന കടലാസിന്റെ വില പോലും ഉണ്ടാകുമോ? വലിയ എഡിറ്റർമാർ നയിച്ച പത്രങ്ങളാണിത്. നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ പറയണ്ടേ? വയറാണോ നിങ്ങളുടെ ആധികാരികമായ സോഴ്സ്? ഈ വയർ എന്ന് പറയുന്ന മാധ്യമം നടത്തിയ എത്രയോ വ്യാജ വാർത്തകൾ ഇന്ത്യ മഹാരാജ്യത്ത് പൊളിഞ്ഞടങ്ങിയതാണ്. അവരുടെ അജണ്ടയെ പറ്റി എത്രയെത്ര വാർത്തകൾ പുറത്തു വരുന്നു. അവർക്കെതിരെ പോലും ആരോപണങ്ങളും അന്വേഷണങ്ങളും ഒക്കെ നടക്കുന്നില്ലേ? അപ്പൊ വയർ പറയുന്നതിനെ വേദവാക്യമായി കണക്കാക്കാനാണ് എങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ മാധ്യമ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുക. 2-3 ട്രാൻസ്ലേറ്റർമാരെ വെക്കുക. വയർ ഇംഗ്ലീഷിൽ വയറിളകുന്നതിനെ മലയാളത്തിലേക്ക് നിങ്ങൾ വയറിളക്കി വിടുക. കഴിഞ്ഞു, നിങ്ങളുടെ പണി തീർന്നു. എവിടെ പോയി നിങ്ങളുടെ പത്രധർമ്മം? അതോ നരേന്ദ്രമോദിക്കെതിരെയും ഇന്ത്യ മഹാരാജ്യത്തിനെതിരെയും യുദ്ധം ചെയ്യാൻ നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നെങ്കിലും അച്ചാരം വാങ്ങിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയണം. അപ്പോൾ ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് അതിൻ്റെ സാങ്കേതികവും ധാർമ്മികവും സത്യസന്ധവുമായ എല്ലാ വശങ്ങളും ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഒരു മാധ്യമ പ്രവർത്തകനുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിരവധി ലൂപ്പ് ഹോളുള്ള ഒരു വാർത്തയെ മത്തങ്ങയും വെണ്ടയ്ക്കയും ആക്കി പ്രധാന വാർത്തയാക്കി ദിവസങ്ങളോളം കൊടുത്ത് ഈ രാജ്യത്തിനെതിരെ വികാരം ഇളക്കി വിടുന്നത് ആരുടെയൊക്കെയോ അജണ്ടയാണ് എന്ന് സാധാരണ ജനം തെറ്റിദ്ധരിച്ചാൽ കുഴപ്പം പറയാൻ പറ്റുമോ എന്ന് ബഹുമാനപ്പെട്ട എഡിറ്റർമാരും മുതലാളിമാരും മറുപടി പറയണം. അതുകൊണ്ട് ഈ നിങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ടിൽ കുറേയേറെ ലൂപ്പ് ഹോളുകളുണ്ട്. നിങ്ങൾ അതിനെ വിശദീകരിക്കൂ. എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾ പറയണം. അല്ലാതെ ആംനസ്റ്റി ഇന്റർനാഷണൽ എന്നോ ഫോർബിഡൻ സ്റ്റോറീസ് എന്നോ ദ വയർ എന്നോ ഒക്കെ കാണുമ്പോഴേക്കും അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്ക് ഛർദ്ദിച്ചു വെക്കലല്ല പത്രധർമ്മമെന്ന് ദയവ് ചെയ്ത് ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ട് പെഗാസസ് എന്ന് പറയുന്നത് ഒരു നിരീക്ഷണ സോഫ്റ്റ്വെയർ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അത് പക്ഷേ ഇന്ത്യ മഹാരാജ്യം വാങ്ങിയതിന് യാതൊരു തെളിവുമില്ല. ഇനി അഥവാ ഒരു രാജ്യം അതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ചിലരുടെ ഫോണുകൾ പരിശോധിക്കുന്നതിൽ എന്താണ് കുഴപ്പം? ഇത് ചരിത്രാതീത കാലം മുതൽ നിലനിൽക്കുന്ന കാര്യമാണ് സർ. എന്താണ് നിങ്ങൾക്ക് ഇത്ര രഹസ്യം ഈ രാജ്യത്തിനെതിരെ? എന്താണ് എൻ്റെ ടെലിഫോൺ ചോർത്തിയാൽ ഒരു കുഴപ്പവുമില്ല എന്ന് പറയാനുള്ള ആർജവം എനിക്കുണ്ട്. എന്താണ് നിങ്ങൾക്ക് ഈ ടെലിഫോൺ ചോർത്തപ്പെട്ടവരുടെ ഒന്നും സ്വകാര്യ വിവരങ്ങൾ ആരും എങ്ങും പങ്കുവച്ചില്ലല്ലോ. രാജ്യത്തിനെതിരെ ആരെങ്കിലും പോരാടുന്നുണ്ടോ? രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ അച്ചാരം വാങ്ങിയിട്ടുണ്ടോ എന്ന് വ്യവസ്ഥാപിതമായ സർക്കാരുകൾ എത്രയോ കാലമായി പരിശോധിക്കുന്നു. നരേന്ദ്രമോദി വന്നപ്പോൾ ചെയ്യുന്നതല്ല. ചരിത്രാതീത കാലമായി ചാണക്യന്റെയും ചന്ദ്രഗുപ്തന്റെയും കാലഘട്ടം മുതൽ ഇനി അതിനും പുറമോട്ട് പോയ ശ്രീരാമചന്ദ്രന്റെ ത്രേതായുഗം മുതൽ ഈ രാജ്യത്ത് ചാരപ്രവർത്തികൾ ലോകം മുഴുവനും ഉണ്ടായിരുന്നു. അതൊരു രാജധർമ്മമാണ്. ആ രാജധർമ്മം അതത് രാജ്യങ്ങൾ നിർവഹിക്കുന്നു. അതിൽ കുഴപ്പങ്ങളുണ്ടേ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ അത് മോദിയുടെ കണ്ടുപിടുത്തമാണെന്നും ഫാസിസമാണ് എന്നും ഒക്കെ പറയുന്നതിന് മുൻപ് കോൺഗ്രസ് സർക്കാരുകൾ ഇത് ചെയ്തിട്ടില്ലേ? കേരളത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയപ്പോൾ ഒരു വാടക വീട് എടുത്ത് അവിടെ ഫോൺ ചോർത്തലിന് ആവശ്യമായ ഉപകരണങ്ങൾ സ്ഥാപിച്ചതായി പിന്നീട് ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ എന്തുമാകാം. അപ്പോൾ രാജ്യസുരക്ഷയൊന്നുമല്ല പ്രശ്നം. നിങ്ങൾക്ക് മോദിയെ താഴെ ഇറക്കുക ആയിക്കോട്ടെ, രാഷ്ട്രീയമായ ലക്ഷ്യം നല്ലതാണ്. പക്ഷെ മാധ്യമങ്ങൾക്ക് എന്താണ് പങ്ക്? നിങ്ങളുടെ അജണ്ട എന്താണ്? ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രവിരുദ്ധ ശക്തികളാണ് എന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ എന്തിനാണ് അവരോടുകൂടി കൈകോർക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട എഡിറ്റർമാരും മുതലാളിമാരും 2 വട്ടമെങ്കിലും ചിന്തിക്കണം. നിങ്ങളുടെ റിപ്പോർട്ടർമാർ തരുന്നതിനെ അപ്പാടെ അടിച്ചു വെക്കാനുള്ള ടോയ്ലറ്റ് പേപ്പറാക്കി ഇത്രയും പാരമ്പര്യമുള്ള പത്രങ്ങളെ മാറ്റരുത് എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നമസ്കാരം.